ഡോണ്ട് മാരി, ബി ഹാപ്പി. ജനുവരിയിലെ ഒരു ദേശാഭിമാനി വാരികയുടെ ഒരു ലക്കത്തിൽ ഇതാണ് കവർ പേജ്. വിവാഹമേ വേണ്ട, നിങ്ങൾ ഹാപ്പി ആയിരിക്കൂ. സത്യത്തിൽ വിവാഹം പെൺകുട്ടികളെ കൊടുക്കുന്ന ഒരു ട്രാപ്പാണോ? അല്ലെങ്കിൽ വിവാഹമോചിതയാകുന്നതോടുകൂടി നമ്മൾ സ്വതന്ത്രവൽക്കരിക്കപ്പെടുകയാണോ ചെയ്യുന്നത്? നമുക്കൊരു ചെറിയ ഡിസ്കഷൻ ആവാം. വിവാഹം വേണ്ട, അതോടൊപ്പം വീടുകൾക്ക് തീ കൊളുത്താം എന്നൊരു ആശയം കൂടി വരുന്നുണ്ട്. അപ്പം വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഒരിക്കലും കരകയറാനാവാത്ത ഒരു ട്രാപ്പാണെന്നുള്ളത്. വിവാഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെ ഏറ്റവും അടിസ്ഥാനമായിട്ട് കാണേണ്ട ഒരു സംഭവമാണത്. വിവാഹത്തിലൂടെ അല്ലെങ്കിൽ വീട്, കുടുംബം എന്ന് പറയുന്നത് അവശരായ, ദുർബലരായ ആളുകളെ സംരക്ഷിക്കാനുള്ള കൂടെ, കുട്ടികൾ, വാർദ്ധക്യം ബാധിച്ച ആളുകൾ, എല്ലാവരും. അതോടൊപ്പം തന്നെ സ്ത്രീ യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പുറത്ത് കടക്കുമ്പം അല്ലെങ്കിൽ വിവാഹം വേണ്ടാന്ന് വെക്കുമ്പം, വിവാഹമോചിതയാകുമ്പം, ഹാപ്പിലി ഡിവോഴ്സ്ഡ് ഒരു ബുക്ക് തന്നെ ഉണ്ടല്ലേ, അപ്പോൾ അതിൽ പുറത്തിറങ്ങുമ്പം സ്ത്രീക്ക് അവരുടെ സ്വാതന്ത്ര്യം കിട്ടുകയാണോ ചെയ്യേണ്ടത്? എനിക്ക് യഥാർത്ഥത്തിൽ നമുക്ക് സ്ത്രീ സ്വാതന്ത്ര്യം അപ്പോഴേ കിട്ടുന്നുള്ളോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങളാണല്ലോ അതല്ലേ? അതെ, ഈ കുടുംബത്തെ തകർക്കുക എന്നുള്ളത് ഒരു വലിയ ആസൂത്രിത പദ്ധതിയായിട്ട് ഏറ്റെടുത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ ലിബറൽവാദികൾ, പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ, പുരോഗമന ആധുനികതാവാദികൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് ലേബലുകളിൽ മധുരം പുരട്ടി കുടുംബത്തിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അസ്വാതന്ത്ര്യങ്ങളെക്കുറിച്ചും അടിച്ചമർത്തലുകളെക്കുറിച്ചും ഇന്ന് വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ വാരികയിൽ വന്ന ലേഖനങ്ങളിൽ മൂന്നും, പ്രത്യേകിച്ച് ഒരു കാലത്ത് ഫെമിനിസ്റ്റ് ആശയത്തിൻ്റെ അപ്പോസ്തലന്മാരെന്നൊക്കെ അറിയപ്പെടുന്ന 3 ഫെമിനിസ്റ്റ് ആശയക്കാരികളാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫെമിനിസത്തിൻ്റെ പുതിയൊരു ആശയധാര, അത് ആ റാഡിക്കൽ അവസ്ഥയിലേക്ക് പോയിട്ടുള്ളൊരു കാഴ്ചപ്പാടുകളാണ് യഥാർത്ഥത്തിൽ ആ ലേഖനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട്. ഒന്ന്, കുടുംബത്തെ തകർക്കണം, എങ്കിൽ മാത്രമേ സ്ത്രീ അതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. രണ്ടാമത്തേത്, ഫെമിനിസം ഈസ് ഈക്വൽ ടു ഫ്രീ സെക്സ്. സെക്ഷൽ ലിബറേഷൻ എന്നുള്ളത് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിൽ നിന്നുള്ളൊരു മോചനം സ്ത്രീക്ക് വേണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാദങ്ങളല്ലേ യഥാർത്ഥത്തിലുള്ളത്. ഇത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് നിലനിർത്തിപ്പോണ്ട ഒരു ആശയമായിട്ടല്ല സമൂഹം, പ്രത്യേകിച്ച് ഇന്നത്തെ കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കുടുംബത്തിൽ എന്താ പറയുക, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം നമ്മൾ ഏതൊരു സ്ഥാപനവും ഒരു കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാകുമ്പോൾ പൊളിച്ചു കളയലല്ലോ അതിൻ്റെ പരിഹാരം എന്ന് പറയണത്. അത് പക്ഷേ വീട് മാത്രമാകുമ്പോഴത്തേക്കും അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ആ സംവിധാനമേ വേണ്ട എന്നുള്ള ചർച്ചയിലേക്ക് സമൂഹം എത്തിപ്പെടാനുള്ള കാര്യം, അത് ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം വാദിച്ചുകൊണ്ട് ഈ ലിബറലിസം മുന്നോട്ട് അല്ലെങ്കിൽ ഫെമിനിസം മുന്നോട്ട് വെക്കുന്ന ഈ ആശയം പുരുഷൻ അവർ കാണുന്ന അവരുടെ ഒരു ആശയത്തിലേക്ക് സ്ത്രീയെ കൊണ്ടുവരില്ലല്ലേ. കുടുംബത്തിൽ നിന്ന് പുറത്ത് കിടക്കുമ്പം ഫ്രീ സെക്സ് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പം അവിടെയും ആത്യന്തികമായി നഷ്ടപ്പെടുന്നത് ആർക്കാണ്? കുടുംബം തകരുന്നതോടുകൂടി നഷ്ടകാരി എന്ന് പറയുന്നത് അവിടെ ആരാണെന്നുള്ളതൊരു ചോദ്യം വരുന്നില്ലേ? സത്യത്തിൽ വിവാഹം എന്ന് പറയുന്നത്, ഇവർ ലേഖനങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതൊരു സെക്ഷൽ എൻ്റർടൈൻമെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ്. അതായത് സെക്സ് നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിൻ്റെ തന്നെ ആവശ്യമില്ല, കുടുംബത്തിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു ഇസ്ലാമിക് പേഴ്സ്പെക്റ്റീവിൽ നിൽക്കുമ്പോൾ വിവാഹം എന്നത് ഒരു സെക്ഷൽ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, ഒരു സ്പിരിച്വൽ എൻ്റർടൈൻമെൻറ്റിന് കൂടിയാണ്. അതായത് ഇണകൾ പരസ്പരം പ്രണയത്തോട് കൂടിയിട്ടൊന്ന് കണ്ണുകൾ പരസ്പരം നോക്കുന്നത് വരെ ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അവരവരുടെ വികാരപൂർത്തീകരണം നടക്കുന്നതിന് വരെ പുണ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അതിൽ ഞങ്ങളുടെ വികാരപൂർത്തീകരണം നടക്കുന്നതിൽ പുണ്യമോ? അപ്പോൾ പ്രവാചകൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അതല്ലാത്തൊരു വഴിയിൽ അധാർമികതയിൽ ഊന്നിക്കൊണ്ടാണ് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പുണ്യം സമ്പാദിക്കാനുള്ളൊരു വഴിയാണ് ഈ ഒരു കുടുംബം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത്. അതിൽ എന്താ പറയുക, സ്ത്രീ പുരുഷന്മാരെന്നുള്ള ആ ഒരു ഇത് പറയുമ്പം ഇവിടെ നമ്മൾ പറയണ്ടല്ലോ കുടുംബം വേണ്ട എന്ന് പറയുന്നത്, ഇത് നമ്മളുടെയൊക്കെ അവിടെ നമ്മളെപ്പോഴും നമ്മളുടെ എന്താ പറയുക അതിൻ്റെ റോൾ മോഡലായിട്ട് കാണുന്നത് വെസ്റ്റിനെയാണ് അല്ലേ. അപ്പോൾ വെസ്റ്റ് പക്ഷേ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ആശയങ്ങളൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട പല വാർത്തകൾ പല രാജ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഇറ്റലിയിലേക്ക് പോകണം, ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്ന 60% വാർദ്ധക്യത്തിലുള്ള ആളുകളാണ്. അവിടെ ഒരു പഠനം, ഒരു ഇറ്റാലിയൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ
യോഗ്യരായ ചെറുപ്പക്കാരെ, യൂത്തിനെ കിട്ടാത്ത കാരണം പല സ്ഥാപനങ്ങളും പല ഫാക്ടറികളും അവർക്ക് അടച്ചു പൂട്ടപ്പെടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പഠനം അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ആയിത്തീരുന്നു എന്ന് വെച്ചാൽ ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ഒരു ലിബറലിസ്റ്റിക്, ഈ ഒരു സ്വതന്ത്രവാദം എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാതെ ജനനനിരക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും അതേസമയത്ത് ആത്മഹത്യാ നിരക്കും മറ്റെന്താ പറയുക അവരുടെ ഉണ്ടാവില്ല അതുമ്പോഴത്തേക്ക് അങ്ങനെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവുന്നില്ല, ജനസംഖ്യ നന്നായിട്ടുണ്ട്. 1970-കൾക്ക് ശേഷമാണത്രേ ഇങ്ങനെ ഒരു ജനസംഖ്യാ വീഴ്ച. നമ്മൾ ജനസംഖ്യ വളർച്ച അല്ലെങ്കിൽ വിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് ജനസംഖ്യാ വീഴ്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത്. അതിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഇതിലുള്ള അറിവുകളോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമല്ല അതിൻ്റെ കാരണം എന്നുള്ളതാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവിടെയാണ് ഈ ഒരു ഇതിന് നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പം അതിൽ നേരത്തെ 1970 ശേഷം ആൾക്ക് വരുമ്പം 1964 10 ലക്ഷം ജനസംഖ്യ ഉണ്ടായിരുന്ന ഇറ്റലിയിൽ 2022 3,93,000 ജനനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതേ സമയത്ത് 7 ലക്ഷം മരണം നടക്കുന്നത്. അപ്പം അതിനുള്ള ഒരു ഇംപ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വരുന്ന ഒരു എന്ന് പറയുന്നത് ഒരു വാർദ്ധക്യത്തിലേക്ക് പോകുന്ന യൂറോപ്യൻ ജനസമൂഹമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പം നമ്മൾ റോൾ മോഡലായി കണ്ട് നമ്മളിന്ന് കൊട്ടിഘോഷിച്ച് വിവാഹം വേണ്ട, കുടുംബം വേണ്ട എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പം ആ ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഒരു പാഠമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ ഫെമിനിസ്റ്റ് ആശയം കൂടുതലുണ്ട് എന്ന് പറയാൻ നമ്മൾ സാധാരണ നേരത്തെ ഫെമിനിസ്റ്റുകൾ അവരുടെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങളാണ്. ഈ സ്ത്രീകൾക്ക് അവകാശബോധം കൂടുതലുണ്ടാക്കി കൊടുത്തിട്ട് അവർക്ക് നിരാകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അവകാശങ്ങൾ സമൂഹത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ നേടിയെടുക്കണം. അങ്ങനെ ഒരു സ്ത്രീയെ അവളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നിടത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം ഇത്തരം ആശയങ്ങൾ കുറച്ചുകൂടി തീവ്രത കൂട്ടിയിട്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലിസം, അതായത് വ്യക്തിത്വവാദം, ഇതിൽ നിന്നുണ്ടാകുന്ന ആശയം കൂടുതൽ ഫെമിനിസത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ സ്ത്രീകളാണ് കുടുംബത്തെ നിലനിർത്തുന്നത്. കുടുംബത്തെ ഈ മൂല്യാധിഷ്ഠിത വ്യവസ്ഥിതിയോടുകൂടി നിലനിർത്താൻ വേണ്ടി സ്ത്രീകൾ ഒരുപാട് പ്രയാസം, ത്യാഗം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്ത്രീയുടെ മേലുള്ളൊരു അധിക ബാധ്യതയായിട്ട് കുടുംബത്തെ നിലനിർത്തേണ്ടതായി മാറുന്നു എന്നുള്ളതാണ് സ്ത്രീവാദികളുടെ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ. അതുകൊണ്ട് സ്ത്രീകൾ ഇന്ന് പുറത്തുപോയി പഠിക്കുന്നതും മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി PhD എടുക്കുന്നതും ജോലി ചെയ്യുന്നതൊക്കെ വലിയൊരു സംഭവമാണ്. സ്ത്രീകൾ കുടുംബത്തെ വിട്ടെറിഞ്ഞു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി മറ്റിടങ്ങൾ തേടി കണ്ടുപിടിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു എന്താ പറയുക ആത്മസംതൃപ്തി, ആത്മസായൂജ്യം അടയുന്നൊരു സമയമാണ് എനിക്ക് തോന്നുക. അത്തരം വർത്തമാനങ്ങളാണ് ആ ലേഖനത്തിലുള്ളത്. അപ്പോൾ അതാണോ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കുടുംബത്തിൽ നിന്ന് പുറത്താകുക എന്ന് പറയുന്നതാണോ അവളെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും സന്തോഷമൊക്കെ കിട്ടുക? അതെല്ലാം കുടുംബത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് അവളുടേതായ ഇടം സമൂഹത്തിലായാലും അവളുടെ തൊഴിലിടങ്ങളിലായാലും ഏതൊക്കെ മേഖലയിൽ സ്ത്രീക്ക് ഇറങ്ങി പുറപ്പെടാൻ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റും, അവിടെയൊക്കെ കുടുംബത്തെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ മനോഹരമാക്കി കൊണ്ടുപോകാം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം കുടുംബമാണ് എല്ലാറ്റിനും പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം, കുടുംബത്തെ തച്ച് തകർക്കണം, അത്തരം കുടുംബത്തെ നിലനിർത്തേണ്ട അധിക ബാധ്യതയൊന്നും സ്ത്രീകളുടെ മേലെ ഇല്ല എന്ന വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഈ കുടുംബം എന്ന് പറയുമ്പോഴേ മസാക്കിന് തറുലോനഹ അല്ലേ? അപ്പം ആ മസ്കനാണെന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബം എന്ന് പറയുന്നത്. ആ എന്താ പറയുക, അവിടെ ആ ബുയൂത്ത് എന്താ ഉള്ളത്, അതിന് സെക്കീനത്ത് വരുമ്പോൾ, സമാധാനമുണ്ടാകുന്ന അന്തരീക്ഷം വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുന്നത്, മസ്കനായിട്ട് മാറുന്നതെന്ന് പറയുന്നത്. അത് ഒരു വ്യക്തി അയാളുടെ സ്വാതന്ത്ര്യം മാത്രം, ഇപ്പം നമ്മൾ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും താല്പര്യങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൽ ആ സ്വന്തം ഇഷ്ടവും താല്പര്യവും മാത്രം അനുസരിച്ച് കാര്യങ്ങൾ പോവാത്ത സ്റ്റേജിലാണ് അവിടെ നമ്മൾ പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നത്. ശരിക്കും നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ കഴിയും. ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിലും അവിടെയൊക്കെ എന്ത് വരേണ്ടതുണ്ട്, ഒരു കോംപ്രമൈസിങ് മെൻറ്റാലിറ്റി വരുന്നുണ്ട്. അത് കുടുംബത്തിൻ്റെ അകത്ത് മാത്രം വരുമ്പം അല്ലെങ്കിൽ ആ ഒരു സാക്രിഫൈസ് എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ മാത്രമാണ് അത് എന്ത് ചെയ്യേണ്ടത്, പൊളിച്ച് കളയേണ്ടത് അല്ലേ? പക്ഷേ അതേ സമയത്ത് സമൂഹത്തിൽ നമുക്ക് ഒരു മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ തന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ ആനിമലാണ്. അവർക്ക് ജീവിക്കണമെങ്കിൽ തന്നെ എന്താണ് ഒരു സ്വാശ്രയത്വത്തിൻ്റെ അല്ലേ, പരസ്പരം ആകർഷിക്കപ്പെടുന്ന ഒരു ഇത് വരുന്നുണ്ട്. അപ്പം
പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭൂമിയിലെ ഏറ്റവും നല്ല ഇടം വീടാണെന്നുള്ളത്. അപ്പോൾ വീട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും പരസ്പരം മത്സരിക്കേണ്ടതല്ല, മറിച്ച് പരസ്പര ആശ്രയത്വത്തിൻ്റെതായ ഒരു കൂടിച്ചേരലുണ്ട്. ഒരിക്കലും സമൂഹം നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാലും സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് വേറിട്ടത് കൊണ്ടുള്ളൊരു സ്വതന്ത്ര വ്യക്തിത്വമായിക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ടല്ലല്ലോ, മറിച്ച് സ്ത്രീ പുരുഷനോട് ചേരുമ്പോഴാണ്, അല്ലേ, പുരുഷൻ സ്ത്രീയോട് ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത പ്രാപിക്കുന്നത്. ഇത് പറഞ്ഞ് എനിക്ക് സ്റ്റോറി ഓർമ്മ. നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, മുയലിൻ്റെ ആമൻ്റെ കഥ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ എന്തായാലും ഫസ്റ്റ് ആവുമെന്ന് കരുതിയിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ് മുയൽ. അപ്പോൾ അതുപോലെയുള്ള ഒരു ഈഗോ പരസ്പരം വെച്ച് പുലർത്തുന്ന രീതിയിലാണ് ഫിലിമിൽ ആണെങ്കിലൊക്കെ കപ്പിൾസിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് പുതു തലമുറ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ആ പരസ്പരം ഈഗോ വെച്ചിട്ടെന്തോ ഉള്ള സംഭവമായിട്ടാണ് ഫാമിലിയെ അവർ കാണുന്നത്. പക്ഷേ സത്യത്തിൽ പുതിയൊരു കഥ ഇറങ്ങിയിട്ടുണ്ട്, ഈ സെയിം സ്റ്റോറി. അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. കരയിലൂടെ മാത്രമല്ല ഓട്ടം, കുറച്ച് ദൂരം കരയിലും കുറച്ച് ദൂരം വെള്ളത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, കുറച്ച് ദൂരം ഒരാളുടെ പരിമിതി മറ്റേ ആൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം ആമയുടെ പുറത്ത് മുയലും, അതിനുശേഷം തിരിച്ചും ആണ് അവർ ഒരുമിച്ചാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റോറി കണ്ടപ്പോൾ സത്യത്തിൽ കുടുംബജീവിതത്തിലാകുമ്പോൾ ഇണയും തുണയും ആകുമ്പോൾ പരസ്പരമുള്ള പരിമിതികളും സാധ്യതകളും മനസ്സിലാക്കി ഒരാൾക്ക് പകരം മറ്റാൾ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മുന്നേറുമ്പോഴാണ് ഏതൊരു ജീവിതവും സക്സസ് ആവുന്നത്. തീർച്ചയായിട്ടും അതാണ് ഒരു മനോഹരമായ ഒരു കുടുംബത്തിൻ്റെ നല്ലൊരു പിക്ചറാണല്ലേ. ശരിക്കും ആമക്ക് വെള്ളത്തിലൂടെ പോകാൻ കഴിയും, പക്ഷെ മുയലിന് വെള്ളത്തിലൂടെ പോകാൻ കഴിയില്ല. അപ്പോൾ അത് എവിടെയാണോ അവരുടെ ദൗർബല്യം എന്ന് പറഞ്ഞത്, അത് കണ്ടറിഞ്ഞിട്ട് അത് പരിഹരിച്ചു കൊടുക്കുമ്പം അതാണ് യഥാർത്ഥ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. ഈ നമ്മളിപ്പം സ്ത്രീകളെ നേരത്തെ പറഞ്ഞില്ലേ, ശരിക്കും തോന്നുന്നു നേരത്തെ ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ലിബറൽസ് കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ത്രീയെ സ്ത്രീത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് പുരുഷത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിട്ട് തോന്നിയിട്ടില്ലേ. കാരണം അതുകൊണ്ടായിരിക്കും ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഒക്കെ പറയുമ്പം പാൻറ്റും ഷർട്ടിലേക്കാണ് പോകുന്നത്, അല്ലേ. ഒരിക്കലും പുരുഷനാണ് അവിടുത്തെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സ്ത്രീയുടെ എല്ലാ ഇതും ഒഴിവാക്കിക്കൊണ്ട്, എല്ലാ നൈസർഗികകളും ഒഴിവാക്കിക്കൊണ്ട് പുരുഷനോടൊപ്പം ചേരുക. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഒരിക്കലും യുക്തിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കുറേ സോഫ്റ്റ് ഫീലിങ്സ് ഉണ്ട്, സ്നേഹം, കരുണ, ദയ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെയൊക്കെ ഉറവിടങ്ങളും വിളവിടങ്ങളുമാണ് എന്ത്, കുടുംബം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അകത്ത് മാത്രം കിട്ടേണ്ട ഇത്തരം സാധനങ്ങളെല്ലാം കമ്പോളങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ള വാദങ്ങളാണ് നിരത്തുന്നത്. അതായത് അത് എവിടുന്നും കിട്ടൂലല്ലോ നമുക്ക്. എത്ര വലിയ കമ്പോളം വിപുലീകരിച്ചു കഴിഞ്ഞാലും എല്ലാം കമ്പോളത്തിൽ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്നേഹം, കരുണ, വാത്സല്യം, പരസ്പരം വിട്ടുവീഴ്ച, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല മൂല്യങ്ങൾ നിറഞ്ഞൊരു സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ അകത്ത് കിട്ടേണ്ട എല്ലാം നിങ്ങൾക്ക് പുറത്തു നിന്ന് കിട്ടും എന്നൊരു വാദം നിരത്തിക്കൊണ്ടാണ് ആളുകളെ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വിവാഹം വേണ്ട, വിവാഹം ഇല്ലെങ്കിലും ഒരു മനുഷ്യപ്രകൃതിക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെല്ലാം കമ്പോളത്തിൽ ലഭിക്കുമെന്ന ഒരു മുതലാളിത്ത കാഴ്ചപ്പാടിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു അതിൻ്റെ ഉപോൽപ്പന്നങ്ങൾ തന്നെയാണ് ഫെമിനിസം ആയാലും ലിബറലിസം ആയാലും. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആശയത്തിലേക്കാണ് ജനങ്ങളെ ഇവർ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബം എന്ന സംവിധാനത്തെ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയുടെ, കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നത് ഒരു മഹത്തായ മൂല്യം, ആ സംസ്കാരത്തെ ഒരു മഹത്തായ മൂല്യം ആയിട്ട് മൂല്യവത്തായ ഒരു സംസ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളും കുടുംബം എന്നതിനെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളാണ്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കുടുംബം എന്നുള്ളത് നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമല്ല, അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക എന്ന വാദങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ കുറേ തത്വങ്ങൾ പറയുമ്പോൾ ഈ കുടുംബത്തിൽ തന്നെ ഒരുപാട് ടോക്സിക് റിലേഷൻഷിപ്പും കാര്യങ്ങളുമായിട്ട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നടക്കേണ്ട, അതായത് ഇഹ്സാനോട് കൂടിയിട്ട് ഒരുമിച്ച് ചേരുക, അതുപോലെ തന്നെ സാധ്യമില്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പിരിയുക, ആ ഒരു രീതിയിൽ അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ താത്വികമായി പറയുന്ന സമയത്ത് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം അവർ ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് അവരനുഭവിച്ച ആ ഒരു പുരുഷാധിപത്യത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങളായിരിക്കാം ചില ആളുകൾ ഈ ലിബറൽ തത്വങ്ങൾ പഠിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ആവില്ല ഇങ്ങനെ ഒരു തീവ്രമായ ചിന്താഗതിയിലേക്ക് കുടുംബം വിട്ട് പറക്കുന്നുണ്ടാവുക. അവരെ അനുഭവിച്ചതിൽ നിന്ന് ഇവരിതൊരിക്കലും തിരുത്താൻ പറ്റാത്ത എന്തോ ഒരു കാര്യമാണ്, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതായിരിക്കും പല ആളുകളെയും. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എങ്ങനെ കുടുംബാന്തരീക്ഷത്തിനെ വേറെ രീതിയിൽ നമുക്ക് ചിട്ടപ്പെടുത്താനാവുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ പൊളിച്ച് കളയുകയല്ലാതെ അവിടെ എന്താണോ നമ്മൾ മാറ്റം കൊണ്ടുവരുത്തേണ്ടത് അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്.
അതെന്തറിയോ, തീർച്ചയായിട്ടും കേട്ടോ, നമ്മൾ എല്ലാ കുടുംബവും നല്ലതാ നമുക്ക് എഴുതാൻ പറ്റില്ല. ധാരാളം പ്രശ്നങ്ങൾ എല്ലാ സമൂഹത്തിലും ഇപ്പോഴെന്ന് വെച്ചാൽ ജാതി മതഭേദം തന്നെ വ്യക്തികൾക്കനുസരിച്ച് എന്തുണ്ടാവും, അവിടെ അനീതിയൊക്കെ ഇരയാകുന്നുണ്ടാവും. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ അത് പൊളിച്ചു കളയലാണോ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളത്. നമ്മൾ ഒളപ്പമണിൻ്റെ ഒരു വരികളുണ്ട്, ഒക്കെയും കണ്ടു മടങ്ങുമ്പോഴല്ലോ മക്കളെ നിങ്ങളെന്താണ്, വീടാണ് ലോകം, വലിയ ലോകം എന്ന് പറഞ്ഞിട്ട്. അത് എന്തെല്ലാം നമ്മൾ കണ്ടു പറഞ്ഞാലും യഥാർത്ഥത്തിൽ വീടാണ് എന്തുള്ളതിൻ്റെ യഥാർത്ഥം എന്നുള്ള പറയാം. അപ്പം ആ വീടെന്ന് പറയുന്നതിനെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രൊമോട്ട് ചെയ്യേണ്ടത് മാത്രമല്ല, അവിടെ നേരത്തെ പറഞ്ഞില്ലേ, വീടിന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ സ്വാതന്ത്ര്യം വാദിച്ച് പുറത്തു പോയി കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത് പുരുഷനാണ്, കുടുംബത്തിൻ്റെ ബാധ്യതകളില്ലാതെ, അല്ലേ, പ്രായമായ ആളുകളെ. അപ്പം നമ്മൾ ഈ ഡേ കെയർ സെൻറ്ററുകളും ബേബി കെയറുകളും ഒക്കെ ധാരാളം വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതിനൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പം, ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ബസ്സിലേക്കുള്ള പഠനങ്ങൾ കാണുന്നവർ കാണിക്കുന്നത് 67% കുട്ടികളും ഇപ്പോൾ അവിടെ ഉണ്ടാവുന്നത്, യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് വിവാഹ ബാഹ്യ ബന്ധങ്ങളിലൂടെയാണെന്നുള്ളതാണ്. 1991 അത് 34% മാത്രമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഡബിളാണ്. 91 2022 വരുമ്പോഴത്തേക്ക് എന്താവണത് അത്രയുള്ള 2022 പഠനമാണ് ആ കാണിക്കുന്നത്. അപ്പം അത്ര നേരെ ഇരട്ടി പോവുകയും 50% സ്ത്രീ ആണാവട്ടെ പെണ്ണാവട്ടെ 50% വിവാഹം വേണ്ടാന്ന് വെച്ച ആളുകളാണ്. അതുകൊണ്ടും കൂടിയാണ് നേരത്തെ പറഞ്ഞത് ആ സമൂഹം ഒന്നടങ്കമാണ് അതിൻ്റെ ബാധ്യസ്ഥരാവുന്നത്. ഇതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഒതുങ്ങുന്ന കാര്യമല്ല. ഒരു വ്യക്തി എനിക്ക് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതോടി, അല്ലെങ്കിൽ ഈ ഒരു വീട് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം നശിക്കുന്നതോട് കൂടിയിട്ട് സമൂഹത്തിന് ബാധ്യതയായി മാറുന്നുണ്ട് ഈ വ്യക്തികൾ. കാരണം കുട്ടികളില്ലാത്തതുകൊണ്ട് പ്രായമായതാകുമ്പം പ്രൊഡക്റ്റീവായിട്ടുള്ള ആളുകൾ എന്താണ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാർക്ക് പോകും, സ്റ്റേറ്റിന് പോകും. അപ്പം നമ്മൾ വലിയ വായിൽ പ്രസംഗിക്കുന്ന കുറേ കാര്യങ്ങളാണെങ്കിലും ചെറിയ വളരെ നിർദോഷമെന്ന് തോന്നുന്ന ഒരു പരാമർശമാണ് അല്ലേ, വീടുകൾ പൊളിച്ച് കളയുക അല്ലെങ്കിൽ കുടുംബങ്ങൾ വേണ്ട, വിവാഹം വേണ്ടാമെന്ന് ഒരു വ്യക്തി സ്വന്തം എടുക്കുന്ന തീരുമാനമല്ല. അത് ആത്യന്തികമായിട്ട് അത് എന്തിനേ കൂടി എത്തുന്നുണ്ട്, സ്റ്റേറ്റിനും കൂടി ഒരു ഭാരമായി വരുന്ന രൂപത്തിലേക്ക് വരും. അല്ലെങ്കിൽ പൊതുവേ പറയാറുണ്ടല്ലോ, നമ്മൾ ലോകത്ത് എവിടെ നമ്മൾ സഞ്ചരിച്ചാലും, ഇപ്പോൾ നമ്മൾ ടൂറിനൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഇങ്ങനെ 2-3 ദിവസം ആസ്വദിച്ച് കഴിഞ്ഞാലും നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം എന്ന് തോന്നൂലേ. വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മുടേതായ ഒരിടത്ത് നമ്മുടെ ബെഡിലൊക്കെ കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സംതൃപ്തിയും പുറത്ത് എവിടെ എത്ര പൈസ കൊടുത്തിട്ട് നമ്മൾ ആസ്വദിക്കാൻ പോയാലും ശരിക്കും പറഞ്ഞാൽ കിട്ടൂല. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ, യാത്രയൊക്കെ പോകുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ പങ്കുവെച്ചിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടമാക്കി വീടിനെ മാറ്റേണ്ടത് പെണ്ണിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല. അപ്പോൾ അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും അവിടെയുള്ള മക്കളുടെയും, ഇനി അവിടെ വേറെ ആരെങ്കിലും പിന്നെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ചേരുന്ന ഒരു ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ വീടിനെ, ആ വീട്ടിൻ്റെ അകത്തുള്ള മുഴുവൻ ആളുകൾക്കും അനുഭവിക്കാൻ കഴിയുന്ന, ഇങ്ങനെ സന്തോഷത്തിലും സമാധാനത്തിലും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഇടമാക്കി മാറ്റുക എന്നുള്ളത്. അതല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും വീടാണ് പ്രശ്നം, വീട്ടിലാണ് പ്രശ്നം എന്നുള്ള ഇത്തരം വാദങ്ങളൊക്കെ വരുന്നത്. സെക്കീനത്തില്ലെങ്കിൽ മസ്കിന് വെറും ബൈത്ത് മാത്രം ഒരു വീട് കെട്ടിടം മാത്രമാണ്. അതുപോലെ തന്നെ ഇണകളായി നിങ്ങളെ സൃഷ്ടിച്ചു, അത് ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടാന്താണെന്ന് പറഞ്ഞിട്ട് തെസ്കുനു ഇല്ലേ, ഞങ്ങൾ കുറേ കുട്ടികളുണ്ടാക്കി സമൂഹത്തിന് ഇതാക്കുക എന്നല്ല ഫസ്റ്റായിട്ട് പറയുന്ന കാര്യം. തെസ്കുനു ഇല്ലേ, നിങ്ങൾ സമാധാനം കണ്ടെത്തുക. അപ്പോൾ ഒരു ഇണകൾക്കിടയിൽ ആ സമാധാനവും സന്തോഷവും അവദ്ധത്തും റഹ്മത്തും ഒന്നും ഇല്ല, വീടിൻ്റെ ഉള്ളിൽ സെക്കീനത്തില്ല. അപ്പോൾ ഇതെല്ലാം നരകമായി തീരുകയാണ്. അവിടെ വീട് നരകമാണ്. നേരത്തെ പറഞ്ഞല്ലോ സാഹചര്യം വെച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നണം എന്തുകൊണ്ടാണെന്നറിയോ, അവിടെ ആ സെക്യൂരിറ്റി കൊണ്ടാണ്. അതില്ലാത്ത വീടുകൾക്ക് ചിലപ്പോൾ അവർക്ക് പുറത്തു പോയാൽ തിരിച്ചു വരാൻ തോന്നുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കുട്ടികൾ ഉപരിപഠനത്തിന് പോകുന്നത് വരെ വീടുകൾ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഇതിൽ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, റീതിങ്ക് ചെയ്യേണ്ടതല്ലേ. അവിടെ എവിടെയാണ് തിരുത്തപ്പെടേണ്ടത്, ഒരു പാട്രിയാർക്കൽ ഒരു എന്താ പറയുക ആ ഒരു ഇത് മുന്നോട്ട് പോകുമ്പം ഒരിക്കലും നമ്മൾ ഇവർ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് പോലെ പുരുഷന്മാരെ അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ട് അടിച്ചമർത്താനുള്ള ഒരു ഇടമാക്കിക്കൊണ്ട് അങ്ങനെ കുറേ ആളുകളെ വളർത്തിവിടുന്ന ഒരു സ്ഥാപനമല്ല എന്ത് വീടെന്ന് പറയുന്നത്. മറിച്ച് ഇസ്ലാമിൽ തന്നെ ഖവ്വാം അല്ലേ, ഒരു സ്ഥാനമാണ്, ഒരു പുരുഷന് കൊടുക്കുന്ന ഒരു പൊസിഷനാണ് അവിടെ. പക്ഷെ അതൊരിക്കലും എന്തല്ല, ഏകാധിപത്യം നടത്തിപ്പ് വരുത്താനുള്ളതല്ല, മറിച്ച് കൂടിയാലോചനയിലൂടെ മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ച്
അവരെ ഒരുമിച്ച് സംരക്ഷണ ഉത്തരവാദിത്തമാണ്. ഈ കവ്വാം എന്ന് പറയുന്ന പൊസിഷൻ തന്നെ എടുക്കുന്നത് എപ്പോഴാണ്? ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരുമ്പം, അല്ലേ? അങ്ങനത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ, ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പം അതൊരിക്കലും മറ്റേ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഇണയെ അടിച്ചമർത്തുന്ന രൂപത്തിലല്ല അത് വരേണ്ടതെന്നുള്ളതാണ്. പല വീടുകളിലും പെൺകുട്ടികൾ വിവാഹം വേണ്ടെന്ന് ചിലപ്പോൾ തീരുമാനിക്കുന്നുണ്ടാവുക. അവരുടെ ഉപ്പ എങ്ങനെയാണോ ഉമ്മയെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും. ഉപ്പ ഉമ്മയെ ലവ് ചെയ്യുകയാണോ അതോ വാല്യൂ ചെയ്യുന്നുണ്ടോ, വില മതിക്കുന്നുണ്ടോ, അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ, അതൊക്കെ നോക്കിയിട്ടാണ് കുറേ കുട്ടികൾ ഇതിലൊരു ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ആ ഒരു സ്റ്റേജ് കടന്നു വരുന്ന സമയത്ത് എനിക്കും വിവാഹത്തോട് കൂടി ഇതൊരു പ്രശ്നം, എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റ്, കാരണം നമ്മൾ ഒരുപാട് റെഫർ ചെയ്യുന്ന സമയത്ത് കുറേ നെഗറ്റീവ്സ് ആണ്. ഇപ്പോൾ വിവാഹത്തിനെ കുറിച്ചിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ചുള്ള ട്രോളുകൾ, വിവാഹേതര ബന്ധങ്ങളെ ഭയങ്കര സൂപ്പറാക്കി കാണിക്കുക, അങ്ങനെ നമ്മൾ പൊതുവേ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റെഫറൻസ് ചെയ്തിട്ടായിരിക്കും ഒരാൾ വിവാഹത്തിലേക്ക് കടക്കുന്നുണ്ടാവുക. പക്ഷേ ഞാൻ കയറി ചെന്നൊരു കുടുംബ വ്യവസ്ഥ പറഞ്ഞത് അവിടെ വളരെ ഇസ്ലാമികപരമായ ചുറ്റുവട്ടങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് തവണ ഞാൻ അത്ഭുതപ്പെടുന്ന പല സംഗതികൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കവ്വാമുണ്ട്, അവിടെ ഒരു കൈകാര്യകർത്താവായിട്ട് അവിടെ ഒരു ഉപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ ചെയ്യുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് നിറയെ പെണ്ണുങ്ങളുണ്ട്, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പാത്രം ആ പ്രായമുള്ള ഉപ്പ് കഴുകി വെക്കുന്നു. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും ഉപ്പ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവസാനം ഉമ്മ സമാധാനിപ്പിക്കും നമ്മളെ. അത് ഉപ്പ ചെയ്യുന്നത് ഉപ്പായുടെ സുന്നത്താണ്, അതായത് ഉപ്പ അതിലെന്തോ പ്രതിഫലം കാംക്ഷിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അതായത് പ്രവാചക ചര്യയിൽ മുടങ്ങാതെ നമസ്കാരങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഉപ്പാക്കൊരു ദിവസം മുടങ്ങാതെ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വീട്ടുജോലികളിൽ സാവസിക്കുക എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പ്രവാചകൻ്റെ ചര്യ എന്താണെന്ന് വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വീട്ടുകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കും, പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ പോകുമെന്ന് പറയുന്ന പോലെ ഇപ്പം തീരെ നടക്കാൻ വയ്യാതായ ഒരു സമയത്ത് പോലും ഞാൻ അദ്ദേഹത്തിന് കൈ പിടിച്ചിട്ട് കൈ കഴുകാൻ പോകുന്ന സമയത്ത് ഒരു ഗ്ലാസ് കയ്യിലുണ്ടായിരുന്നു. ഞാൻ കരുതി എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തതായിരിക്കുന്നു. അപ്പോൾ അത് കഴുകാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആ ഒരു സുന്നത്ത്, ആ ഒരു പ്രവാചക ചര്യ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ധാർമ്മിക മൂല്യമാണ് അദ്ദേഹം കീപ്പ് ചെയ്യുന്നത്. ഇത് ബാക്കിയുള്ള ആ വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളെ വളരെ പോസിറ്റീവായ രീതിയിലാണ് അത് സ്വാധീനിക്കുന്നത്. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവികമാണല്ലോ, ദൈവദത്തമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അപ്പം കുടുംബത്തിൻ്റെ അകത്ത് ഇത്തരം മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്, കുടുംബത്തിൻ്റെ അകത്താണ് പിന്നെ ഇതേപോലെയുള്ള നന്മകൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് ഇതുപോലെയുള്ള മുതിർന്ന ആളുകളാണ് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടതും. പുതിയ തലമുറ നോക്കിക്കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയകളും സിനിമകളും അതുപോലെ തന്നെയുള്ള മറ്റ് അവരെ സ്വാധീനിക്കുന്ന പല വഴികളിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അവിടെ ഡൈവോഴ്സ് ചെയ്യുന്നത് സന്തോഷത്തോട് കേക്ക് മുറിച്ചിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇവർ വിവാഹ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതല്ല, യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്നാണ് അതിൽ നിന്ന് നന്മകളാണ് സ്വീകരിക്കേണ്ടത്, അത് ആ നന്മകളാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് കുടുംബത്തിൻ്റെ ഒരു വിലയും പ്രാധാന്യവും മൂല്യമൊക്കെ തന്നെ ബോധ്യപ്പെടും എന്ന് തോന്നുന്നു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ തൻ്റെ വീട്ടുകാരോട് ഏറ്റവും ഭംഗിയായി പെരുമാറും. വേറെ എവിടെ പ്രാസംഗികനായിക്കോട്ടെ, എഴുത്തുകാരനാവട്ടെ, സൊസൈറ്റിയിൽ അയാൾക്ക് എന്ത് റോളാണെങ്കിലും വീട്ടുകാരോട് എത്ര നന്നായി പെരുമാറുന്നു എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചകളിൽ ഇങ്ങനെ ഫാമിലി പരസ്പരം കൂടിയിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ മുഖ്യ ചർച്ച, ഇപ്പോൾ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ ICUയിലും ഒക്കെ മാറി മാറി കിടന്ന് അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ആ ഒരു മീറ്റിങ്ങിൽ മുഖ്യ ചർച്ചയായിട്ട് അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞത് നമ്മളുടെ കുട്ടികളുടെ കാര്യം. കുറച്ച് രാവിലത്തെ ആ ഒരു സമയം വളരെ തിരക്കാണ് വീട്ടുകാരികൾക്ക്. അപ്പോൾ വീട്ടിലുള്ള ആണുങ്ങളെല്ലാവരും രാവിലെ അവരുടെ എല്ലാ ജോലികളിലും വ്യാപൃതരായിക്കൊണ്ട് അവരുടെ സ്ട്രെസ് ഒന്ന് കുറച്ച് കൊടുക്കണം. ആ സ്ത്രീകളിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, അവരെ കണ്ടറിയണം, ചെറിയ മക്കളുള്ളവരുണ്ട്, അവരെ കണ്ടറിയണം. ഇതാണ് ആ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞ് ആദ്യമായി വന്നിട്ടുള്ള ഒരു കൂടിയിരുത്തത്തിൽ ഒരു ചർച്ച തന്നെ, ഒരു ഷൂറ, അല്ലെങ്കിൽ നാളെ ഇന്ന ആൾക്ക് ഇത്ര രാവിലെ പോകാനുണ്ട്, ഇന്ന പേർക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്, അപ്പോൾ നമ്മൾ മക്കളുടെ കാര്യം ആരേൽപ്പിക്കുക, അവർക്ക് അങ്ങനെ ഒരു കൂടിയാലോചനയിലൂടെ ആ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ എന്തോ പ്രവാചക ചരിത്രത്തിൽ പഠിച്ചു, പക്ഷെ അതെല്ലാം പ്രാക്ടിക്കലായി മുന്നിൽ കാണുമ്പോൾ അല്ലേ അത് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ആണ്. അതുപോലെ തന്നെ പ്രവാചകൻ്റെ പത്നി ഒരാൾ കുട്ടിയുടെ കയ്യിൽ പായസം കൊടുത്ത് വിടുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ആ പായസപാത്രം ചിതറുന്ന സമയത്ത് പ്രവാചകൻ യാതൊരു ദേഷ്യവും കാണിക്കാതെ അത് ഓരോന്ന് പെറുക്കിയെടുക്കുന്നുണ്ട്. അതുപോലൊരു സംഭവം എൻ്റെ വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഇതെന്തോ നമുക്ക് പഠിച്ചു വെക്കാനുള്ളതല്ല, ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ആ ഒരു ഉപ്പ ആ ചില്ലുപാത്രങ്ങൾ എടുത്ത് മാറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. ശരിക്കും തന്നെ കുറേ തത്വങ്ങൾ പറയൽ മാത്രമല്ല, നമ്മൾ ഇസ്ലാമിലായാലും ഈ സമത്വം സ്വാതന്ത്ര്യമൊക്കെ തേടിക്കൊണ്ടാണ്, ഈ വ്യക്തി സ്വാതന്ത്ര്യം തേടിക്കൊണ്ട് സമത്വം പറഞ്ഞുകൊണ്ടാണല്ലോ ലിബറലിസം, നമ്മൾ വീടും കുടുംബവും ഒന്നും വേണ്ട, വിവാഹം വേണ്ട എന്നുള്ളത്. യഥാർത്ഥ സമത്വം സ്വാതന്ത്ര്യമൊക്കെ ഇസ്ലാം അതുപോലെ അനുവദിച്ചൊരു മതമാണല്ലേ. ശരിക്കും സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, സൃഷ്ടിപ്പിലാവട്ടെ കർമ്മങ്ങളിലാവട്ടെ
തികച്ചും തുല്യരാണെന്നാണ് പറയുന്നത്. അതേസമയത്ത് അന്യനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ അപരനെ മനസ്സിലാക്കാത്ത ഒരു സമത്വവാദം എന്ന് പറയുന്നത് ഒരിക്കലും എന്തെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അല്ലെങ്കിൽ അന്യനെ മനസ്സിലാക്കുക അപരനെ മനസ്സിലാക്കുന്ന സ്വാതന്ത്ര്യവാദം ഉൾക്കൊള്ളാൻ കഴിയില്ല. നീതിയില്ലാത്തൊരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമത്വം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതളവിൽ നീതിയാണ് ശരിക്കും ജെൻഡർ എന്താ പറയുക, ഇക്വാലിറ്റിനേക്കാളും ജെൻഡർ ജസ്റ്റിസ് ആണല്ലേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം. അത് വീട്ടിനകത്തായാലും സ്ത്രീ പുരുഷന്മാരിൽ എവിടെയാണെങ്കിലും അതാണ് മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പം ആ നീതി നടപ്പിൽ വരുത്താൻ വേണ്ടി ഏതളവിൽ സമത്വം വേണ്ടതുണ്ടോ ആ അളവിൽ വേണമെന്നും, ഇനി അതല്ല സമത്വം കൊണ്ടുവരുമ്പോൾ നീതി പോവുകയാണെങ്കിൽ സമത്വം വേണ്ടതില്ല എന്നുള്ളതുമാണ് അടിത്തറയിൽ വീടിനുള്ളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. അല്ലാതെ ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ഒരേ പൊസിഷനിൽ വെക്കുക എന്നുള്ളതല്ല ഒരു വീടിനെ കുറിച്ചിട്ടുള്ള ഒരു ഇസ്ലാമികമായ ഒരു മൂല്യത്തായ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വീടാകുമ്പം അവിടെ ഈ പറഞ്ഞ പോലെ അനീതികൾ കുറവാവുകയും ചെയ്യും. ആ വീട്ടിൽ നീതിപൂർവ്വമാണല്ലേ പരസ്പരം മനസ്സിലാക്കുന്ന അല്ലേ, പരസ്പരം അറിയുന്ന രീതിയിൽ. നേരത്തെ എനിക്ക് ആ പറഞ്ഞ ഒരു ഭയങ്കര ഇതാണല്ലോ ഒരു രാവിലത്തെ സമയത്ത് പറഞ്ഞാൽ അപ്പോൾ അവിടെ സമത്വമാണ്, എല്ലാവരും ഓരോരോ ജോലികൾ എടുക്കണം എന്നുള്ളതാണ്. അതേസമയത്ത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ എന്ത് ചെയ്യാൻ കഴിയില്ല, ജോലി എടുക്കാനും കഴിയുകയില്ല. പിന്നെ നമ്മുടെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ നേടേണ്ടത്, സ്ത്രീ അവളുടെ സ്വാതന്ത്ര്യം നേടുന്നത് കുറച്ച് മുന്നേ എനിക്ക് വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. ഓഷോ രജനീഷിന് എന്തോ ഒരു കോട്ടിങ്ങാണ്, ഗർഭനിരോധന ഗുളികകളുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ട് കുറച്ച് പഴയതാണ്, വെളുക്കത്തോട് കൂടിയിട്ട് എന്താണ് വളരെ വലിയൊരു ലിബറേഷനാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം സ്ത്രീ സദത്തിൽ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം, ഗർഭധാരണം, പ്രസവം അങ്ങനെയൊക്കെയുള്ള അവളുടെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്ന് അതൊക്കെയാണ് അവളുടെ ഒരു കെട്ടുപാടുകളായിട്ട് ഇന്നത്തെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ വേണ്ട അല്ലേ, ഇനി വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾ വേണ്ട, കുറേ നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. ഇനി അഡോപ്റ്റ് ചെയ്യാൻ രണ്ടുപേർക്കും അപ്പം സമ്മതമല്ലേ, പിരിയാം. ഇതൊക്കെയാണ് ഇപ്പം വിവാഹത്തിൽ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പ്രസവമാണ് ആ സ്വാതന്ത്ര്യത്തിൽ കുടുക്കിയിടുന്നത് സ്ത്രീ എന്നതിൽ പറയുന്നുണ്ട്. സത്യത്തിൽ നമ്മുടെ സൊസൈറ്റിയിലെ ചില അനാചാരങ്ങളും സ്ത്രീയും സ്ത്രീയുടെ കുട്ടിയും അതങ്ങനെയാണ്, അവളുടെ എന്തോ സംഗതിയാണ് എന്ന് ഒരു സംഗതി ഉണ്ട്. അതുപോലെ ഇപ്പോൾ സ്ത്രീയുടെ മാധ്യം ബാധ്യതയായി പോകുന്നുണ്ടോ പ്രസവം എന്ന് പറയുന്നത്? ഇപ്പോൾ എന്താണ് ഇസ്ലാമിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ മുലയൂട്ടൽ പിരിയുന്ന ദമ്പതികൾക്കിടയിൽ തന്നെ ആ കുഞ്ഞിനെ ആര് മുലയൂട്ടണം, പുറത്ത് വേറെ ആരെയും ഏൽപ്പിക്കുകയാണോ, എന്താ ചെയ്യേണ്ടത്, അത് ഇവർ തമ്മിൽ കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കുക. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ വരുന്ന സമയത്ത് സ്ത്രീക്ക് തോന്നില്ല ഇത് ഞാനും എൻ്റെ കുട്ടിയും ഒറ്റപ്പെട്ടല്ലേ, ഇത് എൻ്റെ മാത്രം ബാധ്യതയായി എന്നുള്ള ആ ഒരു ചേർന്നിരിക്കലിൻ്റെ ആ ഒരു ഷെയറിങ്ങിൻ്റെ അഭാവമാണ് പലപ്പോഴും ചില സ്ത്രീകളെങ്കിലും, നിഷ്പക്ഷരായ ചില സ്ത്രീകളെങ്കിലും ഇങ്ങനത്തെ ചിന്താധാരയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്നാണ്. ഈ മുലയൂട്ടിൽ വായിക്കുമ്പോൾ ഞാൻ ആലോചിക്കലുണ്ട്. കാരണം അതൊക്കെ നമ്മളുടെ തീർച്ചയായും ചെയ്യേണ്ടതായ ഒരു ബാധ്യതയായിട്ട് കാണുന്ന സാധനത്തിൽ അവിടെ കൂടി ആലോചിച്ചിട്ട് ആ സ്ത്രീക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം, വേറൊരാളെ ഏൽപ്പിക്കാം അല്ലേ. അത്രക്ക് ആ ഒരു അവരുടെ രണ്ടുപേരുടെ സൗകര്യങ്ങൾ പരിഗണിക്കുന്ന ഒരു മതം കൂടെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരിക്കലും ഒരു അടിച്ചമർത്തൽ അതിൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്കത് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അല്ല, ഈ വിവാഹത്തിന് തടസ്സം നിലവിലുള്ള കുടുംബ സമ്പ്രദായം ആണ് എങ്കിൽ ആ കുടുംബം എന്ന് പറയുന്ന ആ മനോഹരമായ വ്യവസ്ഥയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണല്ലോ നടത്തേണ്ടത്. അതിൻ്റെ അകത്തുള്ള പുഴുക്കുത്തുകളെ ശരിയാക്കിയിട്ട് കുടുംബത്തെ നിങ്ങൾ മുറുകെ പിടിക്കൂ, എന്നിട്ട് നിങ്ങളുടെ ജീവിതം ശരിയാക്കൂ എന്നുള്ളതാണ് ഇതെന്ന് പറയേണ്ടത്. പക്ഷേ പറയുന്നത് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വാദങ്ങളോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ പോലും അതിൽ അംഗീകരിക്കില്ല. അല്ല, അംഗീകരിക്കില്ല എന്ന് എനിക്ക് തോന്നിയത്. സ്ത്രീകൾ പോലും അത്തരം കാരണം സ്ത്രീയെ എപ്പോഴും കുടുംബത്തോട് ചേർന്ന് നിൽക്കാനും മക്കളെ സ്നേഹിക്കാനും അങ്ങനെ ഒരു തോന്നൽ സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ. പ്രകൃതിയാ തന്നെ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. സമൂഹം അടിച്ചേൽപ്പിക്കുന്നതാണെന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ആ തോന്നൽ വേണ്ടതില്ല, അത് അവരെ നമ്മളെ ചൂഷണം ചെയ്യുകയാണെന്നുള്ളതാണല്ലോ പുതിയ വാദം. ഫെമിനിസ്റ്റുകളുടെ വാദം അല്ല ഞാൻ പറയുന്നത്. ശരിക്കും അങ്ങനെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം, മക്കളെ സ്നേഹിക്കണം, മക്കളുടെ ജീവിതത്തിൽ ഇടപെടണം, അത്തരം കാര്യങ്ങളിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ സ്വാഭാവികമായിട്ടും കുടുംബത്തിൻ്റെ അകത്തുള്ള ഇത്തരം പുഴുക്കുത്തുകളെ ഇല്ലാതാക്കി കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അപ്പം ഈ വാദങ്ങളൊക്കെ പുതിയ തലമുറയിലേക്ക് കൈമാറുന്ന ആളുകൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്താണ്, കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന തിന്മകളെ ഇല്ലാതാക്കിയിട്ട് അവിടെ നന്മകൾ കൊണ്ടുവന്ന് ആ വ്യവസ്ഥിതിയെ നിലനിർത്തണം. അതല്ലാതെ അരാജകത്വം നിറഞ്ഞ അധാർമികത നിറഞ്ഞ ഒരു ലോകത്തേക്ക് സ്ത്രീകളെ കയറൂരി വിടുകയല്ല വേണ്ടത് എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരിക്കും. മറ്റൊരു വാദം കൊണ്ട് സാമൂഹികമായ സ്ത്രീക്ക് പദവി കാര്യങ്ങളൊന്നും കുടുംബം വകവെച്ച് കൊടുക്കുന്നില്ല. രാത്രികളുടെ അവളുടെ സ്ഥാപനത്തിലുണ്ടാകുന്ന അൺഒഫീഷ്യൽ മീറ്റിങ്ങുകളിലും കാര്യങ്ങൾക്കൊക്കെ അവൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന, ക്ലബ്ബുകളിൽ പോകാനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ ഒരു കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ ആലോചിക്കുക,
ഖദീജ റളിയല്ലാഹു അൻഹ സാമൂഹികമായി ഒരു സ്ത്രീക്ക് കിനാവ് കാണാൻ പറ്റിയ നല്ലൊരു പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, സാമ്പത്തികമായി ഏറ്റവും സ്വാസ്ഥ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി, അവരുടെ വിവാഹ ജീവിതം, പ്രവാചകനൊത്തുള്ള വിവാഹ ജീവിതത്തിലൂടെ അവർക്ക് അതിൽ നിന്ന് പിന്നോട്ട് വലിയേണ്ട ആവശ്യം വന്നിട്ടില്ല. പകരം രണ്ടുപേരും താങ്ങും തണലായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ സമ്പത്തായിരുന്നു പ്രവാചകന്റെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ വളരെ ഒരു അത്താണിയായിട്ട് നിന്നതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിലവിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്നല്ല ഈ വാദങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. പ്രശ്നങ്ങളെ കൂടുതൽ പ്രശ്നവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള പരിഹാരങ്ങൾ ഇതല്ലല്ലോ. അപ്പോൾ ആ പരിഹാരങ്ങളാണ് ശരിക്കും സമൂഹത്തിൻ്റെ മുമ്പിൽ നിർദ്ദേശിക്കേണ്ടത്. അത്തരം പരിഹാരങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളാണ് ഈ വ്യവസ്ഥിതി, കുടുംബമായിക്കോട്ടെ, അതുപോലെ തന്നെ ജെൻഡർ വിഷയങ്ങളാവട്ടെ, ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള വശങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയും പഠിക്കുകയൊക്കെ വേണം എന്നുള്ളതാണ്. അതോടൊപ്പം എന്താ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മുമ്പിൽ കാണുന്ന ഇതൊക്കെ ഒരു കാലത്ത് വെസ്റ്റ് എടുത്തിട്ട് മാറ്റിവെച്ചതാണ്. അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവരവിടെ ആ സമൂഹം ഇപ്പോൾ ജപ്പാനിലൊക്കെ തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, വൃദ്ധർ കൂടുകയാണെന്ന് പറയുന്നത്. അതുപോലെ ആഴ്ചയിൽ 4 ദിവസം മാത്രം വർക്കിംഗ് ഡേ ആവണത്, ബാക്കി നേരെ കുടുംബത്തോടൊപ്പം ഉള്ളതാണ്. അതുപോലെ അധികം പ്രസവിക്കുന്നവർക്ക് അലവൻസ്, ബോണസ്, അങ്ങനെ പരമാവധി അവർ ചെയ്യുമ്പം ശരിക്കും അത് നമ്മളിത് ഈ എടുത്ത് പ്രയോഗിക്കുമ്പോണ്ടല്ലോ, വീട് എന്നുള്ളത് അല്ലെങ്കിൽ വേണ്ട വിവാഹം എന്ന് പറയുമ്പം തിരിച്ചതിൻ്റെ മറുവശം പഠിക്കണം എന്നുള്ളത് സ്വാഭാവിക. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോലും അവിടുന്ന് ഇപ്പോൾ വന്നത് സ്ത്രീകൾ വീട്ടിൻ്റെ അകത്ത് മടങ്ങി കൂടുതൽ പ്രസവിക്കുന്നവരാകുമെന്നാണ്. അതായത് തലമുറയില്ല, പുതിയ യുവാക്കളും കുട്ടികളും കുറയുന്നു, വൃദ്ധര് പെരുകുന്നു എന്ന് പറയുന്ന ഒരു ദുരന്തം ഇത്തരം കാഴ്ചപ്പാടുകളുടെ രാജ്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു എന്താണ് ഇരുണ്ട കാലത്തെ ഒരു പിന്നെ കമൻ്റായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അത്തരം വാദങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ദുരന്തം മനസ്സിലാക്കിയ ആളുകളൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ ഇത്തരം വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പുതിയ ആളുകൾ ഉയർന്നു വരുന്നത്. പിന്നെ റിസ്ക് ഫാക്ടേഴ്സ്, വിവാഹത്തിലൂടെ വന്നു ചേരുന്ന എന്തോ റിസ്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് വിവാഹം വേണ്ടെന്ന് പറയുന്നത്. സത്യത്തിൽ മനുഷ്യ ജീവിതത്തിന് ഈ റിസ്ക് ഇല്ലാത്തൊരു നിമിഷം ഉണ്ടോ? ഒറ്റയ്ക്കാണെങ്കിലും കുടുംബമായിട്ടാണെങ്കിലും നിരന്തരമായി ഓരോ റിസ്ക് തരണം ചെയ്യുന്നതിലൂടെയാണല്ലോ മനുഷ്യ ശക്തി പ്രാപിക്കുന്നത് തന്നെ. അപ്പം അതൊരു മിഥ്യാധാരണയാണ്. ഇത് ഒഴിവായാൽ എന്തോ റിസ്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, പ്രസവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ എന്തോ റിസ്ക് നിന്ന് ഒഴിവായി. അപ്പോൾ അതൊരു മിഥ്യാധാരണയാണ്. ഒരു സ്ത്രീക്ക് അവരുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അത് അവളുടെ പലപ്പോഴും അവളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യം. അതിൽ നിന്ന് മുഴുവൻ ലിബറേഷനൊന്നും ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല. കാരണം ദൈവത്തിൻ്റെ അനീതിയാന്ന് പറയേണ്ടി വരും അല്ലേ, അല്ലെങ്കിൽ സ്ത്രീനെ വേറെയും പുരുഷനെ വേറെ. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയുടെ നിലനിൽപ്പാണത്. അത് തന്നെയാണ് വീടിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പിന്നെ ഒരുപാട് അധാർമികത പെരുക്കുന്ന, അരാജകത്വം നിറക്കുന്ന ചർച്ചകളും ലേഖനങ്ങളും എല്ലാം വേണ്ടത്. ഇപ്പം സമൂഹത്തിന് ആവശ്യം സ്ത്രീയെ അവളുടെ പ്രകൃതം മനസ്സിലാക്കിയിട്ട് അവൾക്ക് കുടുംബത്തോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ഒക്കെ എങ്ങനെ ചേർന്ന് നിൽക്കാം എന്നിടത്ത് അവളെ കൊണ്ടെത്തിക്കുന്ന കുറേ ചർച്ചകളും സംവാദങ്ങളുമാണ് ഉയർന്നു വരേണ്ടത്. ഫെമിനിസത്തിൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകളൊക്കെ, പല കാഴ്ചപ്പാടുകളും ഒരുപക്ഷെ അതിന് പിന്നെ സ്ത്രീകളുടെ അവകാശ പോരാട്ടങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ പോലും പുതിയ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളിൽ പലതും സ്ത്രീകളുടെ പ്രകൃതി വിരുദ്ധമായ, അല്ലെങ്കിൽ അവൾക്കൊട്ടും ഇണങ്ങാത്ത, അവളുടെ പ്രകൃതത്തിനൊട്ടും ഇണങ്ങാത്ത പല കാര്യങ്ങളാണ് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിൽ പിന്നെ ജീവിതം അത്തരം ചതിക്കുഴിയിൽ കൊണ്ടുപോയി ഇടാനുള്ളതല്ല. വലാ തക്കർബിൽ ഫവായിഷ മാ ലഹറ മിൻഹ മമാ ബത്തൻ, അല്ലേ? രഹസ്യമായും പരസ്യമായിട്ടല്ലെന്നാണ്, അശ്ലീലത പെരുകുന്ന ഒരു കാലത്ത് ഇതൊക്കെ തടയാനുള്ള, ഇത്തരം ഫസാദുകൾ തടയാനുള്ളൊരു പ്രവർത്തനങ്ങളിലാണ് നമുക്ക് ഏർപ്പെടേണ്ടത്. ഒരുപാട് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വലിയ വിഷയമാണ്. നമുക്ക് ഇനിയും ഇത്തരം ചർച്ചകളും വർത്തമാനങ്ങളും തുടരാം.